ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ ടേണറിൻ്റെ സെക്ഷൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത് പക്കാ നിമി ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുകയോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യാം. ഭാരത് സ്കിൽസിൻ്റെ സൈറ്റിൽ നിമിയുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ടേണറിൻ്റെ ഇപ്പോൾ റീസെൻറ്റ് സിലബസ് പ്രകാരം നമ്മുടെ സിലബസ് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ IT സിലബസ് ഇയർ ബേസിൽ മീൻസ് നമ്മുടെ സെമസ്റ്റർ ബേസിൽ നിന്ന് ഇയർ ബേസിലേക്ക് മാറി കുറേ അവേഴ്സൊക്കെ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പിന്നെ കാരണം നമുക്ക് സിലബസ് അറിയുന്നത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും. എക്സാമിന് ഒരു 3 മാസം മുമ്പൊക്കെ നമുക്ക് അറിയുള്ളൂ. എനിവേ നമുക്ക് അപ്പോൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ചേഞ്ചുകൾ വരുത്താം. ഇനി നമുക്കൊരു റെഫറൻസിന് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വേണം. അത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ബുക്ക് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം പ്ലംബറിൻ്റെ എക്സാമിനേഷൻസിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിരുന്നു. പക്ഷേ ഫിറ്റർ എക്സാമിനേഷൻ ഇച്ചിരി പഴയതായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക. ഭാരത് സ്കിൽസിൻ്റെ സൈറ്റിൽ ടേണറിൻ്റെ ബുക്ക് ഉണ്ട്. എല്ലാവരും തന്നെ അത് ചെയ്യുക. എല്ലാവരും ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ടേണറിന് ഏകദേശം ഇപ്പോൾ 17 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ വരും. എന്തായാലും അത്യാവശ്യം വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. മെക്കാനിക്കലുകാരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വേക്കൻസി എന്ന് പറയാവുന്ന ഒരു പരീക്ഷയാണ് ടേണറും അതുപോലെ തന്നെ വെൽഡറും. അപ്പോൾ രണ്ടും പാരലായിട്ട് തന്നെ പഠിച്ചു പോവാം. ഏതെങ്കിലും ഒന്നിലും നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു ജോലി നമുക്ക് എന്തായാലും ഉറപ്പിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടും കിട്ടണം. അതിൽ നമുക്ക് ഒരു NJD കൊടുക്കാനുള്ള പ്രോബബിലിറ്റിയിലേക്ക് നമ്മൾ പഠിച്ചെത്തുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഈ ടേണറിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ വരാനുള്ളതുകൊണ്ട് നമ്മൾ ബേസിക് ടൂൾസിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ടേണിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബേസിക് ടേണിങ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് CNC മെഷീൻ്റെ പോർഷൻസ് എടുക്കും. കാരണം നമ്മൾ ട്രേഡ്സ്മാൻ ഓറിയൻറ്റഡ് ആണ് പോകുന്നതെങ്കിലും ഈ നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടേണറിന് മുമ്പ് ഒരു കോർ ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടൂൾസും വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് വിത്ത് ടേണിങ്. അതിനുശേഷം നമ്മൾ CNC പ്രോഗ്രാമിങ്ങിൻ്റെ സെക്ഷൻ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാം. അതിനുശേഷമായിരിക്കും നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുക. അത് ആ ടേണർ എക്സാമിനേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? കാരണം ഇപ്പോൾ ബേസിക് ടൂൾസൊക്കെ എല്ലാവർക്കും നല്ല ഫെമിലിയർ ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ ഒരുപാട് സമയം കളയണ്ടല്ലോ. ആദ്യം നമുക്ക് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയും കൂടെ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ പാരലായിട്ട് കുറേ കിട്ടുകയാണെങ്കിൽ അങ്ങനെ കിട്ടിക്കോട്ടെ. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ട്രേഡ്സ്മാനാണ്, അത് ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. എങ്കിലും നമുക്ക് മേജറായിട്ട് പോർഷൻസൊക്കെ ഫസ്റ്റ് തന്നെ കവർ ചെയ്യാം, ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻസൊക്കെ. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ടേണിങ്ങിൻ്റെ ബേസിക് ഔട്ട്ലൈൻസ്, പിന്നെ ഈ ഒരു സേഫ്റ്റി, ജനറൽ സേഫ്റ്റി അബൌട്ട് ടേണിങ്, പിന്നെ കുറേ കൂളിംഗ് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഒരു വലിയ ടേബിളായിട്ടാണ് വരുന്നത്. അതിപ്പോൾ കുറച്ചൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈം ഇൻ്റർവെല്, എത്ര ഗ്രേഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ കൂളിംഗ് പോയിൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് നമുക്ക് പഠിക്കാം. പിന്നെ മെഷീൻ ടൂളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മേജർ ക്ലാസിഫിക്കേഷൻസ്, സ്പെസിഫിക്കേഷൻസ്, ഇത്രയും പോർഷൻസ് നമുക്കിന്ന് കവർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് പ്യുവർ തിയറി മാത്രം നമുക്ക് പോകാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമുക്ക് പെൻഡാബ് ഒന്നും കണക്ഷൻ നടന്നിട്ടില്ല. അതിന് കുറച്ച് ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ക്ലിയർ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എന്നാൽ തുടങ്ങാം. ദീപു, ബ്രിട്ടോ, ഹെയ്ൻസ്, അഖിൽ, കമൻറ്റുകളും മെസ്സേജുകളും റൈസ് എ ഹാൻഡ് ഒക്കെ വേണം. എങ്കിലാണ് നമ്മുടെ ക്ലാസ് ലൈവായിട്ട്, ഞാൻ മാക്സിമം ലൈവ് തന്നെ മുമ്പോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകാം. ആഴ്ചയിൽ ഒരു ക്ലാസ് വെച്ച് തന്നെ നമുക്ക് സിമ്പിളായിട്ട് തീരും. മോസ്റ്റ് പ്രിഫറബിളി നെക്സ്റ്റ് ഇയർ ആയിരിക്കും ഉണ്ടാവുക. ഇനി വളരെ റെയറായിട്ടാണ് ഈ പറയുന്നത് പോലെ നമ്മുടെ ടേണറിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ കയറി വരുള്ളൂ. അതിന് സാധ്യത വളരെ വിരളമാണ്. ഓക്കെ, നമുക്കപ്പോൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ടേൺ ചെയ്യാം, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ എന്താണ് ലെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടേണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സാണ് അല്ലേ. അതായത് നമ്മളൊരു റോ മെറ്റീരിയലിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ഫീഡ് കൊടുക്കുകയാണ്, ഒരു ടൂൾ മൂവ് ചെയ്യുകയാണ്, അതിനുശേഷം കട്ടിങ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ആൻസിയൻ, അത് ഒരുപാട് കാലഘട്ടം മുമ്പ് വരെ എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, ലെയ്ത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലെയ്ത്തിൻ്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം BC 1400 BCൻ്റെ സമയത്തൊക്കെ തന്നെ എന്തുണ്ട്, ഗ്രീസിൽ ലെയ്ത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മുമ്പ് തൊട്ട് തന്നെ നമ്മൾ ഈ ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതലും വുഡ് വർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 2 മാൻ സെറ്റപ്പ് എന്ന രീതിയിൽ ഒരാൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും, അതിനിടയ്ക്ക് വേറൊരാൾ നമ്മുടെ കട്ടിംഗ് ടൂൾ ഫീഡ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അന്ന്
ഇത് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിനുശേഷം ഒരുപാട് മോഡിഫിക്കേഷൻസ് വന്നു. നമ്മൾ കൂടുതൽ ഈ സെൻട്രൽ ലെയ്ത്ത് അല്ലെങ്കിൽ എഞ്ചിൻ ലെയ്ത്ത് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം പണ്ട് ഈ സ്റ്റീം എഞ്ചിൻ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ഒരു പവർ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇതിന് എഞ്ചിൻ ലെയ്ത്ത് എന്നൊക്കെ പേരൊക്കെ വന്നത്. എനിവേ ഇതിന് ഉദ്ദേശം എന്ന് പറയുന്നത് ടേണിംഗ് എന്ന് പറയുന്നത് ഒരു മെഷീൻ പ്രോസസ്സാണ്. എന്താണ് ചെയ്യുന്നത്? ഒരു റോ മെറ്റീരിയലിനെ നമ്മുടെ റിക്വയർഡ് സൈസിലേക്ക് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു പോയിന്റാണ്. ഇവിടെ എങ്ങനെയത് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് നമ്മളൊരു വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ റൊട്ടേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കട്ടിംഗ് ടൂളിനെ ഫീഡ് ചെയ്യുന്നു. ഇതാണ് പ്രൈമറി മെത്തേഡ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദ മെഷീൻ ടൂൾ ഓൺ വിച്ച് ടേണിംഗ് ഈസ് ക്യാരിഡ് ഔട്ട്. അതായത് ഈ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഫീഡ് ചെയ്ത് ഇങ്ങനെയാണല്ലോ ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് ടേണിംഗ്. ഇത് ചെയ്യുന്ന മെഷീൻ്റെ പേരാണ് ലേത്ത്. ക്ലിയർ ആണല്ലോ? ദ ക്യൂൺ ഓഫ് മെഷീൻ, അതായത് മെഷീനുകളിലെ രാജ്ഞി എന്നൊക്കെ അറിയപ്പെടുന്ന മെഷീൻ ഏതാണ്? ലെയ്ത്ത് ആണ്. ക്ലിയർ ആണല്ലോ? ദ മെഷീൻ ടൂൾ ഓൺ വിച്ച് ടേണിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് ഈസ് നൗൺ ആസ് എ ലെയ്ത്ത്. ക്ലിയർ? അതായത് ഒരു സിലിണ്ട്രിക്കൽ വർക്ക് പീസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, പെൻ ടാബ് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ മൗസ് വെച്ച് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമുക്കത് റെഡിയാക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? സിലിണ്ട്രിക്കൽ വർക്ക് പീസിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലെയ്ത്ത് യൂസ് ചെയ്യുന്നത്. കോംപ്ലക്സ് ഷേപ്പുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആക്സസറീസ് യൂസ് ചെയ്യും. നമുക്ക് മെല്ലെ പഠിച്ച് വരാം. ഓക്കെ, ഇനി കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് ലെയ്ത്തിൽ വരുന്നത് കുറച്ച് പ്രൊവിഷൻസ് ആണ് ഇവിടെ പറയുന്നത്. കാരണം നമുക്ക് ഈ ടൂളിനെ ഹോൾഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ വേണം, ഈ പാർട്സ് ഫിക്സ്ഡ് ആൻഡ് സ്ലൈഡ് അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് വേണം. കാരണം നമ്മൾ ഈ ടൂളിനെയൊക്കെ മൂവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫേസിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, അതിനുശേഷം ഈ ടേണിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഇത്രയും ലെങ്ത്തുള്ള വർക്ക് പീസ് ആണ്, ഇവിടം തൊട്ട് ഇവിടം വരെ ഇതിങ്ങനെ മൂവ് ചെയ്യണം, ടൂള് മൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ ടൂള് മൂവ് ചെയ്യാനുള്ള പ്രൊവിഷൻ വേണം. അതുപോലെ തന്നെ ആക്സസറീസ് അറ്റാച്ച്മെൻറ്റ്സ് ഒക്കെ ഇതിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള പ്രൊവിഷൻ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രൊവിഷൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ലെയ്ത്ത് കൺസ്ട്രക്ട് ചെയ്യുക. അത് ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ഫ്യൂച്ചറായിട്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിന് ഒരുപാട് ആക്സസറീസ് ഉണ്ട്, ഒരുപാട് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് പാർട്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാത്തിനും പ്രൊവിഷൻ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ഒരു ലെയ്ത്ത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രധാനപ്പെട്ട ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഫസ്റ്റത്തത് ഹെഡ് സ്റ്റോക്ക് ആണ്. ഈ ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പോർഷനാണ് ഹെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ റൈറ്റ് സൈഡിലുള്ള പോർഷനാണ് നമ്മുടെ ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഹെഡ് സ്റ്റോക്കിലാണ് കൂടുതലും മെക്കാനിസംസ് എല്ലാം ഇൻവോൾവ് ചെയ്യുന്നത്. അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യണം, ഈ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മെക്കാനിസം വേണം. അതിന് നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി വേണം. ഇലക്ട്രിക്കൽ എനർജി ഒരു മോട്ടോർ ഇറങ്ങുന്നു, അത് വെച്ചിട്ട് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ കോൺപോളിയോ ഗിയർ ഡ്രൈവോ അങ്ങനെ ഏതെങ്കിലും ഡ്രൈവ് വെച്ചിട്ട് ഹെഡ് സ്റ്റോക്കിൻ്റെ സ്പിന്നിലേക്ക് പവർ എത്തുന്നു. ഈ പവർ മുഖേനയാണ് നമ്മുടെ വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും മൊത്തം ഒരു പവർ സോഴ്സ് അസോസിയേറ്റ് ചെയ്യുന്നതൊക്കെ ഹെഡ് സ്റ്റോക്കുമായിട്ടാണ്. നെക്സ്റ്റ് ടെയിൽ സ്റ്റോക്ക് on the റൈറ്റ് സൈഡ്. ടെയിൽ സ്റ്റോക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, ഞാൻ എന്നാലും ഒരു ബേസിക് ആയിട്ട് തരാം. ടെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഒരു ലെയ്ത്തിൽ ഒരു വർക്ക് പീസ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇതിനെ ഹോൾഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇതിന് എന്ത് സംഭവിക്കും? ഇതിന് ഒരു ചാറ്ററിങ് ഉണ്ടാവും അല്ലേ? ഓക്കെ, അതായത് നമ്മൾ തന്നെ ആയാലും ഒരു ലെങ്തി വർക്ക് പീസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു സൈഡിൽ നിന്ന് പിടിക്കുകയോ അല്ലെങ്കിൽ ചവിട്ടി പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ഒരു കട്ടിങ് പ്രോസസ്സ് ആണെങ്കിൽ പോലും. കാരണം അതില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് റെസ്റ്റുകൾ ഈ ആക്സസറീസ് വേറെ വരും. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് ബെൻഡാവാം, പ്രോപ്പറായിട്ടുള്ള വർക്ക് നടക്കാതെ വരാം. അപ്പോൾ ഒരു പ്രോപ്പർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്യാരേജ് ഉണ്ട്. ഓക്കെ, ക്യാരേജ് ഉണ്ട്. ക്രോസ് സ്ലൈഡ് ഉണ്ട്. ഇതാണ് ക്രോസ് സ്ലൈഡ്. കോമ്പൗണ്ട് സ്ലൈഡ് ഉണ്ട്. ബെഡ് ഉണ്ട്. ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വെക്കുന്ന സാധനമാണ് ബെഡ്. ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സുകളുണ്ട്. ലെഗ്സ് ഉണ്ട്. ഫീഡ് ഷാഫ്റ്റ് ഉണ്ട്. ലീഡ് സ്ക്രൂ ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഫീഡ് ഷാഫ്റ്റും ലീഡ് സ്ക്രൂവും അതിൻ്റെ ആംഗിൾസും ഒക്കെ നമുക്ക് പഠിക്കാം. അപ്പോൾ എനിവേ ഒരു മെയിൻ പാർട്സ് ഓഫ് ലെയ്ത്ത് ഇത്രയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് ഔട്ട്ലൈൻ അബൌട്ട് ദ സബ്ജക്റ്റാണ്. മെയിൻ പാർട്സ് ഓഫ് ലെയ്ത്ത് ഹെഡ് സ്റ്റോക്ക്, ടെയിൽ സ്റ്റോക്ക്, ക്യാരേജ്, ക്രോസ് സ്ലൈഡ്, കോമ്പൗണ്ട് സ്ലൈഡ്, ബെഡ്, ക്വിക്ക് ചേഞ്ച് ഗിയർ ബോക്സ്, ലെഗ്സ്, ഫീഡ് ഷാഫ്റ്റ്, ലീഡ് സ്ക്രൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് നമുക്ക് 3 രീതിയിലാണ് നമ്മൾ സേഫ്റ്റി പ്രിക്കോഷൻ പറയാം. ബിഫോർ വർക്കിംഗ് ഒന്ന്, അതായത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണം. ഡ്യൂറിങ് വർക്കിംഗ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്തൊക്കെ ചെയ്യണം. ആഫ്റ്റർ വർക്കിംഗ്, വർക്ക് ചെയ്തതിന് ശേഷം എന്തൊക്കെ ചെയ്യണം. അതായത് നമ്മൾ ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യുകയാണ്. ബിഫോർ വർക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യണം, ഡ്യൂറിങ് വർക്ക് എന്തൊക്കെ ചെയ്യണം, കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം. കാരണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊടി തട്ടി പോയാൽ പോരാ, നമ്മൾ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വർക്കും
നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ബിഫോർ വർക്കിംഗ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, എൻഷുർ ദാറ്റ് ദ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ഈസ് നീഡഡ് ഫോർ ദ മെഷീൻ, എൻഷുർ ദാറ്റ് സേഫ്റ്റി ഗാർഡ്സ് ആർ ഇൻ പ്രോപ്പർ കണ്ടീഷൻ, എൻഷുർ ദാറ്റ് ദ വർക്ക് ഏരിയ is clean and tidy, ensure that meshing gears are in proper mesh and the power feed levers are in neutral, ensure that the automatic lubricant system is functioning. ഇത്രയാണ് ബിഫോർ വർക്കിംഗ്. ജനറൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ്, ബിഫോർ വർക്കിംഗ് ആണ്. ഇലക്ട്രിക്കൽ പവർ സപ്ലൈ ഉണ്ടോ എന്ന് മുമ്പേ അറിയണം. സേഫ്റ്റി ഗാർഡ് കൃത്യമായിരിക്കണം. കാരണം ചിലപ്പോഴൊക്കെ ഈ CNC മെഷീൻസിലൊക്കെ ഈ വർക്ക്ഷോപ്പിലൊക്കെ വർക്ക് ചെയ്തവർക്ക് അറിയാം, ചില സമയത്ത് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് ഏത് സമയത്തും വരാം അല്ലേ. നമുക്ക് മുൻകൂട്ടി കാണുന്നൊരു സംഭവമല്ല. ചില സമയത്ത് നമ്മൾ എയർ ക്ലാമ്പാണ് കൂടുതൽ ഈ CNC മെഷീൻസിലൊക്കെ കൊടുക്കുക, ന്യൂമാറ്റിക് ക്ലാംസ് ആണ് കൊടുക്കുക. ഈ ന്യൂമാറ്റിക് ക്ലാംസ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഈ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ന്യൂമാറ്റിക് സ്വിച്ച് ലിവർ തട്ടുന്നു, അപ്പോൾ തന്നെ ക്ലാമ്പ് ആവുന്നു. അപ്പോൾ നമ്മൾ ഈ വെക്കുന്നത് കറക്റ്റ് അല്ല എന്ന് വിചാരിക്കാം. ഈ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ശേഷം നമ്മളിത് CNC ഒക്കെ വർക്ക് ചെയ്തവർക്കറിയാം, ഇതിനെ ക്ലോസ് ചെയ്യും. കാരണം ഇതിൻ്റെ RPM വളരെ കൂടുതലാണ്. ഇത് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുക. ചില സമയത്ത് ഇതൊക്കെ പൊട്ടി തെറിച്ചങ്ങ് വരികയൊക്കെ ചെയ്യും. കാരണം ഈ ക്ലാമ്പിങ് കറക്റ്റ് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് തെറിച്ച് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ സേഫ്റ്റി ഗാർഡ്സ് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, വർക്ക് ഏരിയ ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെഷീൻ ഗിയേഴ്സ് പ്രോപ്പർ ആയിരിക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ബിഫോർ വർക്കിംഗ് ആണ്. ഡ്യൂറിങ് വർക്കിങ്ങിനാണെങ്കിലോ അപ്രോൺ ക്ലിയർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. സ്ലീവ്സ് ഓഫ് ദ ഷർട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവണം. കാരണം ഈ തുണിയൊന്നും അവിടെ എവിടെയും കുടുങ്ങി കിടക്കരുത്. അവോയ്ഡ് വെയറിംഗ് റിങ്സ് ആൻഡ് വാച്ചസ് വെൻ വർക്കിംഗ്. വിയർ ഷൂസ് ടു അവോയ്ഡ് ഇഞ്ചുറി ടു യുവർ ഫീറ്റ്. റിമൂവ് ദ ചിപ്സ് ബൈ എ ഹുക്ക് ആൻഡ് യൂസ് എ ബ്രഷ് ടു ക്ലിയർ ദം. ആഫ്റ്റർ വർക്കിംഗ് ആണെങ്കിലോ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം വൈപ്പ് ചെയ്ത് കളയണം. ജനറൽ സേഫ്റ്റിയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി നിങ്ങൾ. അതുപോലെ തന്നെ ബെഡ് ബേസ് ഓയിൽ ചെയ്തിട്ടുണ്ടാവണം. കാരണം നമുക്കിത് മൂവ് ചെയ്യുമ്പോൾ അത് ഓയിൽ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ക്ലീൻ ദ പ്രസ് ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ഹാൻഡ് ദം ഓവർ ടു ദ ഇൻസ്ട്രക്ടർ ഫോർ സേഫ് കീപ്പിംഗ്. അത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവണം. ഇത്രയാണ് ജനറൽ സേഫ്റ്റി വരുന്നത്. ജനറൽ സേഫ്റ്റി 3 രീതിയിൽ പഠിക്കണം. ഏതൊക്കെയാണ്? ബിഫോർ വർക്കിംഗ്, ഡ്യൂറിങ് വർക്കിംഗ് ആൻഡ് ആഫ്റ്റർ വർക്കിംഗ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വേരിയസ് ലൂബ്രിക്കേഷൻ പോയിൻറ്റ്സ് ആണ്. വേരിയസ് ലൂബ്രിക്കേഷൻ പോയിൻറ്റ്സ്. ഒരു ലെയ്ത്തിൽ എവിടെയൊക്കെ നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 28 സ്ഥലങ്ങളിൽ കൊടുക്കുന്ന പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാമെന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് ഒരു ടേബിളാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാനൊരു ചെറിയൊരു ടേബിളാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ 3 രീതിയിൽ അറേഞ്ച് ചെയ്ത് തരാം. ലൈക്ക് ദിസ്, ഇങ്ങനത്തെ ഒരു ടേബിളാക്കി ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഈ ഒരു രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ടേബിൾ ഞാൻ ഷെയർ ചെയ്താൽ പോരെ? കാരണം എന്താ അറിയോ, ഇത് 28 പാർട്ടിൽ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ലൂബ്രിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 28 പാർട്ട് ഓരോന്ന് കാണാതെ പഠിക്കാന്ന് പറയുന്നത് ഈസ് നോട്ട് പോസിബിൾ. അത് നടക്കാത്ത കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യും. നമ്മളിതിനെ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യുന്നത് നമുക്ക് ഇതിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ഡെയിലി, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡെയിലി ചെയ്യേണ്ടത് ഏതാണ്, 6 മാസം ചെയ്യുമ്പോൾ എന്താണ്, അതായത് 3 രീതിയിലാണ്. അതായത് ടൈം ഇൻ്റർവെൽ നമുക്ക് നോക്കി വെക്കാം. ടൈം ഇൻ്റർവെല്ലിന് ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കാം അല്ലേ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേഡ് ഓഫ് ഓയിൽ, ഏത് ഗ്രേഡ് ഓഫ് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. കാരണം കോമൺ ആയിട്ട് കുറേ ഗ്രേഡ് ഓഫ് ഓയിൽ പറയുന്നുണ്ട്. അതിന് ബേസ് ചെയ്ത് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വരുത്താം. അപ്പോൾ ഞാൻ ഈ ടേബിളിനെ തന്നെ ഒന്ന് 3ആയിട്ട് തിരിച്ചിട്ട് ആ 3നെയും PDF എന്ന് തന്നേക്കാം. ക്ലിയർ? ഞാൻ ഒന്ന് ജസ്റ്റ് പറയാം. അതായത് ഇവിടെ നോക്കിക്കോ, ടേബിൾ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ടേബിൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ഏരിയ വരുന്നുണ്ട്. വേരിയസ് ലൂബ്രിക്കേഷൻ പോയിന്റ്സ് പറഞ്ഞിട്ടൊരു 2 പേജ് മൊത്തം ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ റോക്കർ ഷാഫ്റ്റ് ആൻഡ് ബെയറിംഗ് ഗ്യാസ്, കൗണ്ടർ ഷാഫ്റ്റ് ആൻഡ് റോളർ ബെയറിംഗ്, റോക്കർ ഷാഫ്റ്റ് ആൻഡ് ലിവർ ബെയറിംഗ്, മോട്ടോർ ബെയറിംഗ്, അങ്ങനെ ഇവിടെയൊക്കെ കൂളിംഗ് വേണമല്ലോ. അപ്പോൾ ചില സമയത്ത് SI 10 നമ്പർ മോട്ടോർ ഓയിൽ ഇക്വലൻറ്റ്, ബോൾ ബെയറിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ടേബിളാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഈ ടേബിള് ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്ത് തരാം? ഈ എക്സലിൽ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി എവരി യൂസ് ഉള്ളത് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്യാം, എവരി 6 മന്ത് ഉള്ളത് മാത്രം ഒന്ന് ലിസ്റ്റ് ചെയ്യാം. ആ രീതിയിൽ ഞാനൊന്ന് എന്ത് ചെയ്ത് തരാം? ഒന്ന് തരം തിരിച്ച് തരാം. എങ്കിലേ അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായി പഠിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് ഈസ് ടു കോംപ്ലിക്കേറ്റഡ് അല്ലേ, പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് തരാം. ഓക്കെ ആണല്ലോ? ഞാനൊന്ന് പറയാം. അങ്ങനെ തന്നാൽ പോരെ? ഈ PDF തരാം, അതിൻ്റെ കൂടെ അങ്ങനെ ക്ലാസിഫൈ ചെയ്തും കൂടെ തരാം. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നോക്കിയോ,
ഇവിടെ നോക്കിയോ, റോക്കർ ഷാഫ്റ്റ് ആൻഡ് ബിയറിംഗ് ആൻഡ് ക്യാംസ്. ലൂബ്രിക്കൻ്റ് ഏതാണ്? ഓയിലാണ്. ഫ്രീക്വൻസി എന്താണ്? എവരി യൂസ്, എപ്പോഴും ഇത് വേണം. എങ്ങനെയാണ് മെത്തേഡ്? പ്ലേസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? പ്ലേസ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഓയിൽ. അടുത്ത കൗണ്ടർ ഷാഫ്റ്റ് റോളർ ബെയറിംഗ്. ഓട്ടോമോട്ടീവ് കപ്പ് ഗ്രീസ്, ലൂബ്രിക്കൻ്റ് മാറി ഓട്ടോമോട്ടീവ് കപ്പ് ഗ്രീസ് എവരി 2 weeks. ഓക്കെ. ഇനി മോട്ടോ ബെയറിംഗ് SI നമ്പർ 10 മോട്ടോർ ഓയിൽ ഓർ ഇക്വലൻറ്റ്. ഇനി മോട്ടോർ ബെയറിംഗ് ബോൾ ബെയറിംഗ് ഒക്കെ ഓട്ടോമോട്ടീവ് കപ്പ് ഗ്രീസ്, ഇത് തന്നെ, ഈ സംഭവം തന്നെ. ഇനി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹെഡ് സ്റ്റോക്ക് ബെയറിംഗിന് നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ ഇക്വലൻറ്റ് എവരി യൂസ്. സ്പിൻഡിൽ പുള്ളി ഇത് തന്നെ നമ്പർ 10 മോട്ടോർ ഓയിൽ ഓർ ഇക്വലൻറ്റ്. അത് SI ഗ്രേഡ് പറയുന്നതാണ്. ഒരു നമ്പർ 10 മോട്ടോർ ഓയിൽ ഇക്വലൻ്റ് ആണ് നമ്മുടെ നിവി ടെക്സ്റ്റ് പ്രകാരം ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇവിടെ നോക്കി ഒരു 90% കാര്യങ്ങളും എന്താണ് പറയുന്നത്? നമ്പർ 10 മോട്ടോർ ഓയിലിൻ്റെ കാര്യമാണ് പറയുന്നത്, എവരി യൂസ് ആണ് പറയുന്നത്. അപ്പോൾ കൂടുതലും അതായതുകൊണ്ട് ഇതിൽ നിന്ന് വ്യത്യാസമായി കിടക്കുന്ന ഏതാണ്? ഇപ്പോൾ ത്രെഡ് ഡയൽ വൺസ് എ വീക്ക് മതി. ഓക്കെ, ക്ലിയർ? ജനറലൈസ്ഡ് ടേബിളാണ്. ഓക്കെ ആണല്ലോ? കാരണം ഇത് നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ക്ലാസ്സിൽ നിന്ന് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇത് ടേബിളായിട്ട് നമ്മളൊന്ന് വെറുതെ വായിച്ചു വിടുക. എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്കൊരു ഇത് വരുമല്ലോ, അതായത് ടെയിൽ സ്റ്റോക്ക് റാം ആസ് നീഡൻ ആണ്, എപ്പോഴും വേണ്ട. ഓക്കെ, ക്ലിയർ? ക്ലിയർ? ബെയറിങ്ങുകളൊക്കെ എപ്പോഴും എവരി യൂസ് ആയിരിക്കണം. ഓക്കെ. ഏകദേശം 28 കമ്പോണൻസ് എന്ത് ചെയ്യാൻ പറഞ്ഞ ലൂബ്രിക്കേഷൻ പോയിന്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ക്ലിയർ? കൂടുതലും നമ്പർ 10 മോട്ടോർ ഓയിൽ അല്ലെങ്കിൽ നമ്പർ 10 ഓയിലാണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്പർ 10 മോട്ടോർ ഓയിലാണ് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ജനറലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാം. ജനറലി എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ആൻസർ ചെയ്യാം. അതിനപ്പുറത്തോട്ടൊന്നും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ പറ്റില്ല, അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് നോക്കട്ടെ. മെഷീൻ ടൂൾ, മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഒരു ഡിവൈസ് ആണ് ദാറ്റ് പെർഫോം റിലേറ്റഡ് ടു ഓപ്പറേഷൻ പ്രൊഡ്യൂസ് എനി ഡിസൈൻ പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അതായത് സ്റ്റിച്ചിങ് ക്ലോത്ത് വിത്ത് സിവിങ് മെഷീൻ ആയിക്കോട്ടെ, ഫോർജിങ് പ്രസ് ആയിക്കോട്ടെ, മാസ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് വേണമെങ്കിലും അതിൽ വരാം. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് മെഷീനും മെഷീൻ ടൂളും തമ്മിലുള്ള വ്യത്യാസം? മെഷീൻ ടൂൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മുടെ 3 Idiots സിനിമയിൽ ഇപ്പോൾ സിബീസ്, അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റം വരെ ഒരു മെഷീനായിട്ട് പറയുന്നത് കേൾക്കാം. അപ്പോൾ എന്തായിരിക്കും ഒരു മെഷീനും ഒരു മെഷീൻ ടൂളും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും മെഷീനും മെഷീൻ ടൂളും തമ്മിലുള്ള വ്യത്യാസം? എനിബഡി ഒന്ന് കമൻറ്റ് ചെയ്തേ, ആർക്കെങ്കിലും ഇനി ഐഡിയ ഉണ്ടെങ്കിൽ. മെഷീനും മെഷീൻ ടൂളും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എന്തായിരിക്കും? മെഷീൻ ആൻഡ് മെഷീൻ ടൂൾ. ഹൈ നിജാസ്, മിഥുൻ ജോയിൻറ്റ്, ഹായ്. മെഷീനും മെഷീൻ ടൂളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? പറഞ്ഞോ, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോ, കുഴപ്പമില്ല. ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുണ്ടേ. അച്ഛൻ കട്ടിംഗ് ടൂൾ ആൻഡ് വർക്ക് പീസ് ഹോൾഡിങ് ചെയ്യാൻ പറ്റണ മെഷീൻ. ഓക്കെ, ഒരു കാര്യമാണ്. അതായത് സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ബർസ് ഫോം ചെയ്യുന്നുണ്ട്. മെഷീൻ ടൂൾ എന്ന് പറയുന്നത് ഒരു ബർസ് ഫോം ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കട്ടിങ് നടക്കുന്നുണ്ട്. കട്ടിങ് നടന്നിട്ട് ഇവിടെ ഇൻ ദ ഫോം ഓഫ് കേൾ ആയിക്കോട്ടെ, ഇൻ ദ ഫോം ഓഫ് ഇങ്ങനെ തരിതിരി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മെറ്റൽ റിമൂവൽ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് ഇവർ പറയുന്നതാണ്, യൂട്ടിലൈസേഴ്സ് ഇലക്ട്രിക്കൽ എനർജി ഫോർ ഷേപ്പിംഗ് ആൻഡ് സൈസിങ് എ പ്രൊഡക്റ്റ് ബൈ റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ചിപ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ. അതിനെയാണ് എന്ന് പറയുന്നത് മെഷീൻ ടൂൾ എന്ന് പറയുന്നത്. ക്ലിയർ? ബാക്കിയൊക്കെ റെഡിയാ. ഇലക്ട്രിക്കൽ എനർജി ഫോർ ഷേപ്പിംഗ് ആൻഡ് സൈസിങ് ഓഫ് പ്രൊഡക്റ്റ് അവിടെ വെക്കട്ടെ, അത് കോമൺ ആയിട്ട് വേണമെങ്കിൽ പറയാം. ബൈ റിമൂവിങ് എക്സസ് മെറ്റീരിയൽ ഇൻ ദ ഫോം ഓഫ് ചിപ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കട്ടിംഗ് ടൂൾ. അപ്പോൾ നമുക്കതിന് എന്ത് പറയാം? ഒരു മെഷീൻ ടൂൾ എന്ന് പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ റൈസ് എ ഹാൻഡ് തന്നേ. ക്ലിയർ? ഒരു മെഷീനും മെഷീൻ ടൂൾ ബേസിക് ഡിഫറൻസ് ആണ്, എല്ലാവർക്കും അറിയുന്ന ഡിഫറൻസ് ആണ്. എന്നാലും നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാലോ. ക്ലിയർ ആണല്ലോ, അല്ലേ? ഇൻ ദ ഫോം ഓഫ് മെറ്റൽ ചിപ്സ്. അപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ മെഷീൻ ടൂൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് കമ്പോണൻസ് അറ്റ് എ റാപ്പിഡ് റേറ്റ്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ. അതുപോലെ ലെയ്ത്ത്, മില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടർ, ഇതൊക്കെ എന്തിൻ്റെ കാറ്റഗറിയിൽ വരും? മെഷീൻ ടൂൾ കാറ്റഗറീസിൽ വരും.
ഒരു മെഷീൻ ടൂൾസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹോൾഡ് ആൻഡ് സപ്പോർട്ട് വർക്ക് പീസ് ടു ബി മെഷീൻ, ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ കട്ടിംഗ് ടൂൾ, അതായത് വർക്ക് പീസിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം, നമ്മുടെ കട്ടിംഗ് ടൂൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റണം, പ്രൊവൈഡ് എ റിക്വസ്റ്റിംഗ് മോഷൻ ടു ദ വർക്ക് പീസ് ഓർ ടൂൾ, അതായത് ചിലത് വർക്ക് പീസ് ആയിരിക്കും മൂവ് ചെയ്യേണ്ടത്, ചിലത് ടൂൾ ആയിരിക്കും മൂവ് ചെയ്യേണ്ടത്, ആ മൂവ്മെൻറ്റ് ആര് പ്രൊവൈഡ് ചെയ്തോളണം, മെഷീൻ ടൂൾ പ്രൊവൈഡ് ചെയ്തോളണം. റെഗുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് ഓഫ് ദ ടൂൾ ആൻഡ് വർക്ക് പീസ്, അതായത് ചിലത് കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് കൺട്രോൾ പറ്റണം. ഹോൾഡ് വേരിയസ് അറ്റാച്ച്മെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് മാറുന്നതിനനുസരിച്ചുള്ള അറ്റാച്ച്മെൻറ്റ്സ് ഹോൾഡ് ചെയ്യാനും ആർക്ക് പറ്റണം, നമ്മുടെ മെഷീൻ ടൂളിന് പറ്റണം. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മെഷീൻ ടൂൾസിൽ വരുന്നത്. മെഷീൻ ടൂളിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ വർക്ക് പീസ് ടു ബി മെഷീൻ, ഹോൾഡ് ആൻഡ് സപ്പോർട്ട് ദ കട്ടിംഗ് ടൂൾ, പ്രൊവൈഡ് റിക്വസ്റ്റിംഗ് മോഷൻ, റെഗുലേറ്റ് ദ കട്ടിംഗ് സ്പീഡ് ആൻഡ് ഫീഡ് ഓഫ് ദ ടൂൾ ആൻഡ് വർക്ക് പീസ്, ഹോൾഡ് വേരിയസ് അറ്റാച്ച്മെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഇത്രയാണ് മെഷീൻ ടൂൾസിൻ്റെ ഫംഗ്ഷനായിട്ട് വരുന്നത്. ഓക്കെ, ബേസിക് ഔട്ട്ലൈൻ അബൌട്ട് മെഷീൻ ടൂൾ ഇത്രയാണ്. ഈ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരാം? മെഷീൻ ടൂൾ ക്ലാസിഫിക്കേഷൻ ആട്ടോ, ലേത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്നല്ല, ജസ്റ്റ് മെഷീൻ ടൂൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് സർഫേസ്. ഏത് ടൈപ്പ് ഓഫ് സർഫേസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്? സിലിണ്ടറിക്കൽ ആണെങ്കിൽ ലേത്ത്, ക്യാപ്സൺ, ഡയറക്റ്റ്, അതായത് ലേത്തിൽ തന്നെ ക്യാപ്സൺ ലേത്തുണ്ട്, ഡയറക്റ്റ് ലേത്തുണ്ട്, നോർമൽ ലേത്തുണ്ട്. ഫ്ലാറ്റ് സർഫേസ് മെഷീൻ ടൂൾസ് ആണെങ്കിലോ മില്ലിങ്, ഷേപ്പിംഗ്, പ്ലെയിനിങ് ഒക്കെ വരുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ പർപ്പസ് ആണെങ്കിൽ സിംഗിൾ പർപ്പസ് വരാം, മൾട്ടി പർപ്പസ് വരാം, സ്പെഷ്യൽ പർപ്പസുകൾ വരാം, ട്രാൻസ്ഫർ മെഷീൻസ് വരാം, ന്യൂമറിക്കൽ കൺട്രോൾ മെഷീൻ, NC മെഷീൻസ് വരാം. ഇതൊക്കെ പർപ്പസ് ബേസ് ചെയ്തിട്ടാണ്. സൈസ് ഓഫ് ദ ചിപ്പ് ബേസ് ചെയ്യുകയാണെങ്കിലോ യൂസിങ് കട്ടിംഗ് ടൂൾസ് ബേസ് ചെയ്യുകയാണെങ്കിൽ മെഷീൻ ടൂൾസ് യൂസിങ് കട്ടിംഗ് ടൂൾസ് ആൻഡ് മെഷീൻ ടൂൾസ് യൂസിങ് അബ്രസീവ്സ്. ഓക്കെ, അതായത് ലെയ്ത്ത്, മില്ലിംഗ്, പ്ലെയിനർ, സ്ലോട്ടർ ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറച്ചും കൂടെ വലിയ ചിപ്സ് ആണ് ഫോം ചെയ്യുക. ഇനി അബ്രസീവ്സ് ആണെങ്കിലോ ഹോണിങ്, ലാപ്പിംഗ് ഒക്കെ അബ്രസീവ്സ് ആണ് യൂസ് ചെയ്യുക, അല്ലേ? അബ്രസീവ്സ് അതായത് ഒരു മൈന്യൂട്ട് ലെവൽ, മൈക്രോ ലെവൽ. ഹോണിങ്, ലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫിനിഷിംഗ് പ്രോസസ്സുകൾ കാറ്റഗറി വരുന്നതാണ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സൈസ് ഓഫ് ദ ചിപ്പിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, യൂസിങ് കട്ടിംഗ് ടൂൾസും യൂസിങ് അബ്രസീവ്സ് ആയിട്ട്. കട്ടിംഗ് ടൂൾസിൽ വരുന്നതാണ് ലേത്ത്, മില്ലിംഗ്, പ്ലെയിനർ, സ്ലോട്ടർ. അബ്രസീവ്സിൽ വരുന്നതാണ് ഹോണിങ്, ലാപ്പിംഗ്. കാരണം ഇതൊരു പേസ്റ്റാണ്, പേസ്റ്റിലാണ് അബ്രസീവ്സ് ഉണ്ടാവുക. ക്ലിയർ? സിമ്പിൾ തിങ്സ്, സിമ്പിൾ തിങ്സ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? ഇവിടെ നോക്കി, ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ, ഇങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ. Classification of machine tools according to the type of surface generated, one category. Based on the purpose, second category. Based on the size of the chip, third category. Okay, machine tool performance criteria ഒന്നുമില്ല, അതായത് സേഫ് ആയിരിക്കണം, ഈസി ടു ഓപ്പറേറ്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിരിക്കണം, ഗുഡ് പ്രൊട്ടക്ഷൻ കപ്പാസിറ്റി കിട്ടണം, ഓപ്പറേഷൻ കോസ്റ്റ് കുറവായിരിക്കണം. ഇതൊന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാമെന്ന് മാത്രം. കൺട്രോൾ ഷുഡ് ബി ലൊക്കേറ്റഡ് അറ്റ് കൺവീനിയൻറ്റ് പോയിന്റ്സ്. ബ്ലാങ്ക് ഷുഡ് ബി സച്ച് ദാറ്റ് ദേ ക്യാൻ ബി ലോഡഡ് ആൻഡ് ക്ലാമ്പ് ഈസിലി. ഓക്കെ, ബേസിക് ആയിട്ടുള്ള. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ് ആൻഡ് സൈസ്, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ റിമൂവ് ചെയ്യണം, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഏതാണ് എന്നൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഏത് മെഷീൻ ടൂൾ ചൂസ് ചെയ്യണം എന്നുള്ളത്. അതായത് സിലിണ്ടറിക്കൽ വർക്ക് പീസ് ആണെങ്കിൽ നമ്മൾ ലേത്ത് യൂസ് ചെയ്യും, ഫ്ലാറ്റ് വർക്ക് പീസ് ആണെങ്കിൽ നമ്മളിവിടെ ലേത്ത് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ സൈസ് ഒരുപാട് വലിപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വലിയ വർക്ക്, അതായത് നമുക്ക് ഷേപ്പർ അതുപോലെ തന്നെ പ്ലെയിനറൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പർ, പ്ലെയിനറൊക്കെ എവിടെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ വർക്ക് പീസിൻ്റെ സൈസ് അനുസരിച്ചാണ് എവിടെ ഷേപ്പർ യൂസ് ചെയ്യണോ പ്ലെയിനർ യൂസ് ചെയ്യണോ എന്ന് ചിന്തിക്കുന്നത്, അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ അതിന് ബേസ് ചെയ്തിട്ടാണ് പ്രധാനമായിട്ടും മെഷീൻ ടൂളിൻ്റെ ഒരു ഏത് ടൈപ്പ് ഓഫ് മെഷീൻ ടൂൾ സെലക്ട് ചെയ്യണമെന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ക്ലിയർ? മെഷീനിങ് ഓപ്പറേഷൻസിൻ്റെ ഫാക്ടേഴ്സ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഫാക്ടേഴ്സ് ഇൻ മെഷീനിങ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്? നമ്പർ ഓഫ് കമ്പോണൻസ് റിക്വയർഡ്, ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടു ബി ഹാൻഡിൽ, ദ ഡിഗ്രി ആക്യുറസി റിക്വയർഡ്. ഫാക്ടേഴ്സ് ഇൻ മെഷീനിങ് ഓപ്പറേഷൻസിൻ്റെ ഫാക്ടേഴ്സാണ്. അതായത് എന്ത് ടൈപ്പ് മെഷീനിങ് യൂസ് ചെയ്യണം, എത്ര കമ്പോണൻറ്റ് വേണം, ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ടു ബി ഹാൻഡിൽ, ഏത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ദ ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ്, എത്രത്തോളം ആക്യുറസി നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെഷീൻ ടൂൾസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയാണ് നമുക്ക് ലെയ്ത്തിലേക്ക് വരികയെന്ന് വിചാരിക്കാം. ലെയ്ത്തിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലെയ്ത്ത് എന്ന് പറയുന്നത് ക്യൂൺ ഓഫ് മെഷീൻ എന്നറിയപ്പെടുന്നു. BC കാലഘട്ടം തൊട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു. അപ്പോൾ മെഷീൻ അത് നമ്മുടെ വുഡും അത് മെറ്റൽ പാർട്സിനൊക്കെ വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ ഇത് യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കാലഘട്ടങ്ങൾക്ക് മുമ്പ്, അതായത് ഒരുപാട് കാലം മുമ്പ് വുഡിനായിരുന്നു കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടേൺസ് ദ വർക്ക് പീസ് അഗെയിൻസ്റ്റ് എ കട്ടിംഗ് ടൂൾ, ഇതാണ് ബേസിക് തത്വം എന്ന് പറയുന്നത്. ലെയ്ത്തിൻ്റെ
ബേസിക് തത്വം എന്ന് പറയുന്നത് എന്താണ്? ടേൺസ് ദ വർക്ക് പീസ്. അതുകൊണ്ടാണ് ടേണിംഗ് എന്ന് പറയുന്നത്. ടേൺസ് ദ വർക്ക് പീസ് എഗെയിൻസ്റ്റ് എ കട്ടിംഗ് ടൂൾ. ടേൺസ് ദ വർക്ക് പീസ് എഗെയിൻസ്റ്റ് എ കട്ടിംഗ് ടൂൾ. ഫേസിങ്, ടേണിങ്, നർലിങ്, ടാപ്പർ കട്ടിംഗ്, ത്രെഡിങ്, ഗിയർ കട്ടിംഗ് ആൻഡ് അതർ മെറ്റൽ ആൻഡ് വുഡ് വർക്ക്സ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ആയിട്ട് വരുന്നത്. ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് എടുത്ത് പഠിക്കേണ്ടതുണ്ട്. പുറത്തിരിക്കും. ലെയ്ത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ 1300 BC തൊട്ട് ഈജിപ്തിൽ ഇത് യൂസ് ചെയ്തതായിട്ട് പറയുന്നു. ഓക്കെ, നോൺ ആൻഡ് യൂസ്ഡ് ഇൻ സിറിയ ആൻഡ് ഗ്രീസ് ബൈ ആൻഷ്യൻ റോമൻസ്, ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് ആൻഡ് സ്പ്രെഡ് ടു യൂറോപ്പ്, ഗെയിൻ പോപ്പുലാരിറ്റി ഡ്യൂറിംഗ് ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഓട്ടോമേറ്റഡ് ലേസ് ഡെവലപ്ഡ് ആഫ്റ്റർ ദ അഡ്വെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്. ബൈ ഹിസ്റ്ററി ഓഫ് ലെയ്ത്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എവല്യൂഷൻ ഓഫ് ലെയ്ത്ത് എന്ന് പറയുന്നത്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞു 2 പേഴ്സൺ ലെയ്ത്ത് എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പേഴ്സൺ എന്ന് പറയുന്നതിന് ടേൺ ചെയ്യും, ഒരു റോപ്പൊക്കെ വെച്ചിട്ട് ടേൺ ചെയ്യും. അതർ പേഴ്സൺ വുഡ് ഷേപ്പ് ദ വർക്ക് പീസ് യൂസിങ് എ ഷാർപ്പ് ടൂൾ. ഇങ്ങനെയായിരുന്നു പണ്ട് കാലങ്ങളിൽ 2 പേഴ്സൺ ഒരു ലെയ്ത്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1950 ശേഷമൊക്കെയാണ് ന്യൂ ഡിസൈൻസ്, ഒരുപാട് പ്രിസിഷൻ ആയിട്ടുള്ള മെഷീൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. 1772 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ഹോഴ്സ് പവേർഡ് ബോറിംഗ് മെഷീൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഇൻഡസ്ട്രിയൽ സ്റ്റീം എഞ്ചിൻ. ഈ സ്റ്റീം എഞ്ചിൻ ബേസ് ചെയ്തിട്ടായിരുന്നു ആദ്യം ഈ ലെയ്ത്ത് വർക്ക് ചെയ്തത്. അങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിന് എഞ്ചിൻ ലെയ്ത്ത് എന്നുള്ള പേരിലേക്ക് വന്നത്. ഓക്കെ, എനിവേ നമുക്കൊരു മേജർ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലൈറ്റ് ഡ്യൂട്ടി, മീഡിയം ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി, ഓൾ ഗിയർഡ് ലെയ്ത്ത് ആൻഡ് ഇമ്പോർട്ടഡ് ലെയ്ത്ത്. ലൈറ്റ് ഡ്യൂട്ടി ലെയ്ത്ത് എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ വരുന്നതാണ് ലൈറ്റ് ഡ്യൂട്ടി ലെയ്ത്ത് എന്ന് പറയുന്നത്. മീഡിയം ഡ്യൂട്ടി എന്ന് പറയുന്നത് കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും. അതൊരു കുറച്ചും കൂടെ ബിഗർ വർക്ക് പീസുകളാണ് നമ്മളവിടെ ഡീൽ ചെയ്യുക. ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹൈ പ്രസിഷൻ ഹെവി ഡ്യൂട്ടി ഓപ്പറേഷൻസിലാണ് അവിടെ വരിക. അപ്പോൾ അവിടെ നമ്മൾ ഇത് മേഡ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് അയൺ ആൻഡ് സ്റ്റീലായിരിക്കും. ഹൈ ഗ്രേഡ് മെറ്റീരിയൽ ലൈക്ക് അയൺ ആൻഡ് സ്റ്റീൽ കൊണ്ടായിരിക്കും ഇത് ലെയ്ത്ത് മേഡ് ചെയ്യുക. ഓൾ ഗിയേർഡ് ലെയ്ത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്പീഡ് ഗിയേഴ്സ് വെച്ചിട്ടാണ് അവിടെ സ്പീഡ് അറേഞ്ച്മെൻറ്റ് വരിക. ഇമ്പോർട്ടഡ് ലെയ്ത്ത് ഉണ്ട്. ഹൈ ക്വാളിറ്റി ലെയ്ത്ത് യൂസ്ഡ് ഫോർ ഹൈ പൊസിഷൻ ഓപ്പറേഷൻസിനാണ് ഇമ്പോർട്ടഡ് ലെയ്ത്ത് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയുണ്ട്? ലൈറ്റ് ഡ്യൂട്ടി, മീഡിയം ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി, ഓൾ ഗിയേർഡ്, ഇമ്പോർട്ടഡ്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബിലിറ്റി വളരെ കുറവാണ്. പിന്നെ വരുന്നതാണ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. മാനുവൽ ലെയ്ത്ത്, CNC ലെയ്ത്ത്. അത് നമുക്കറിയാം. ഈ CNC എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പം എന്തായാലും നമുക്ക് ഈ പറയുന്ന കൺവെൻഷണൽ മെഷീൻസിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡസ്ട്രീസും CNC ലെയ്ത്തിലേക്ക് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. കാരണം നമുക്ക് ഇപ്പോൾ യൂണിഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം. യൂണിഗ്രാഫിക്സിലൊക്കെ നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ ഡിസൈൻ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ NC കോഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ NC കോഡ് പെൻ ഡ്രൈവിൽ എടുത്ത് നേരെ എന്ത് ചെയ്താൽ മതി? പണ്ടത്തെ പ്രോഗ്രാം എഴുതണമായിരുന്നു, G01, N01 ഒക്കെ എഴുതണമായിരുന്നു. ഇപ്പോൾ അതും വേണ്ട. ഇപ്പോൾ നേരിട്ട് ഡയറക്റ്റ്ലി ഇതെന്തായി മാറും? പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ കൺവേർട്ട് ചെയ്ത സാധനം നേരെ CNCയിലേക്ക് കൊടുക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണ് ചെയ്യുക. കുറച്ചുകൂടി വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡാറ്റ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് CM കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ പോലെയുള്ള മെഷീൻസിൻ്റെ സഹായമുണ്ട്. കാരണം ഇപ്പോൾ ഫുള്ള് CNCയിലേക്ക് മാറി. കാരണം എത്ര ആക്യുറസിയിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ മൈക്രോ ലെവൽ ആക്യുറസിയിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇപ്പോൾ ഔട്ട് കിട്ടുമെന്നുള്ളതാണ് CNC ലെയ്ത്തിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ലെയ്ത്ത് പഠിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും സ്പീഡ് ലെയ്ത്ത്, വുഡ് വർക്കിംഗ്, സെൻറ്ററിങ്, പോളിഷിങ്, സ്പിന്നിങ്. ഈ നമ്മൾ ഷീറ്റ് മെറ്റലിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സ്പിന്നിങ് ലെയ്ത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്പിന്നിങ് എന്ന ഓപ്പറേഷൻസിനൊക്കെ വുഡ് വർക്കിംഗ് ലെയ്ത്തുകളുണ്ട്, സെൻറ്ററിങ് ലെയ്ത്തുകളുണ്ട്, പോളിഷിംഗ് ലെയ്ത്ത് ഉണ്ട്, സ്പിൻ ലെയ്ത്ത്. ഇതൊക്കെ സ്പീഡ് ലെയ്ത്ത് കാറ്റഗറിയിൽ വരികയാണ്. ഇനി എഞ്ചിൻ ലെയ്ത്ത് എന്ന് പറയുന്നതാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൻറ്റർ ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് വരുന്നതെങ്കിൽ ബെൽറ്റ് ഡ്രൈവ് കൊടുക്കാം, മോട്ടോർ ഡ്രൈവ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ഡ്രൈവ് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളേജിലൊക്കെ ഉണ്ടായത് കൂടുതലും ബെൽറ്റ് ഡ്രൈവ് മെഷീൻസ് ആയിരിക്കും. സ്റ്റെപ്ഡ് ഗോൺ പുള്ളീസ് കാര്യം അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവാം. ഇനി നെക്സ്റ്റ് ബെഞ്ച് ലെയ്ത്ത് ഉണ്ട്. ബെഞ്ച് ലെയ്ത്ത് എന്ന് പറയുന്നത് നോർമലി ബെഞ്ചിൻ്റെ മുകളിൽ വെച്ച് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ടൂൾ റൂം ലെയ്ത്ത് ഉണ്ട്, കുറച്ചും കൂടെ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി കിട്ടുന്നത്. ക്യാപ്സ്റ്റൻ ആൻഡ് ടെററ്റ് ലെയ്ത്ത് ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ ടെയിൽ സ്റ്റോക്കിന് മാത്രം ടെററ്റുകളായിരിക്കും ഉണ്ടാവുക. സ്പെഷ്യൽ പർപ്പസിൽ വരുന്നതാണ് വീൽ ലെയ്ത്ത്, ഗ്യാപ്പ് ബെഡ് ലെയ്ത്ത്, ടീ ലെയ്ത്ത്, ഡ്യൂപ്ലിക്കേറ്റ് ലെയ്ത്ത്, അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ലെയ്ത്ത്, CNC മെഷീൻ. ഞാൻ ഓരോന്ന് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റത്താണ് സ്പീഡ് ലെയ്ത്തുകൾ എന്ന് പറയുന്നത്. സ്പീഡ് ലെയ്ത്ത് അതായത് ഈ ഒരു കോൺപുള്ളി വെച്ചിട്ടാണ് ഇവിടെ ഡിഫറൻറ്റ് സ്പീഡ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. 1200 തൊട്ട് 3600 RPM വരെയാണ് നമുക്ക് ഇവിടെ നിന്ന് വേരി ചെയ്യാൻ പറ്റുന്ന സ്പീഡായിട്ട് പറയുന്നത്. ഓക്കെ, സ്പീഡ് ലെയ്ത്തുകൾ. സ്പീഡ് ലെയ്ത്തിൽ ഹെഡ് സ്റ്റോക്ക് ഉണ്ടാവും, ടെയിൽ സ്റ്റോക്ക് ഉണ്ടാവും, ടൂൾ പോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ബാക്കിയൊക്കെ വർക്കിംഗ് അതുപോലെ തന്നെ. നോ ഗിയർ ബോക്സ്, ലീഡ് സ്ക്രൂ ആൻഡ് ക്യാരേജ് എന്നുമാണ് സ്പീഡ് ലെയ്ത്ത്. കാരണം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു സ്പിന്നിങ് ലെയ്ത്ത്
വുഡ് വർക്കിങ്ങിലൊക്കെയാണ് ഈ സ്പീഡ് ലേത്ത് കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, യൂസ്ഡ് ഫോർ വുഡ് വർക്കിംഗ്, സ്പിന്നിങ്, പോളിഷിംഗ് ആൻഡ് സെൻറ്ററിങ് ഓപ്പറേഷൻസ്. അപ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഗിയർ ബോക്സ് അല്ലെങ്കിൽ ലീഡ് സ്ക്രൂവിൻ്റെ ആവശ്യമൊന്നും അവിടെ വരുന്നില്ല. 1200 to 3600 RPM വരെയാണ് ഇവിടുത്തെ സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത്. ആ ഒരു റേഞ്ച് ഓർത്തിരിക്കുക, ആപ്ലിക്കേഷൻ ഓർത്തിരിക്കുക. സ്പീഡ് ലേത്ത്, സ്പീഡ് ലേത്ത്, ക്ലിയർ ആണല്ലോ? സ്പീഡ് ലേത്ത്. എൻജിൻ ലേത്ത് അല്ലെങ്കിൽ സെൻറ്റർ ലേത്ത്, ഇത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഈ നെയിം വരാനുള്ള കാരണം എർലി ലേത്ത്സ് വെർ ഡ്രിവൺ ബൈ സ്റ്റീം എഞ്ചിൻ, അതുകൊണ്ടാണ് എഞ്ചിൻ ലേത്ത് എന്ന പേര് വന്നത്. കൺസിസ്റ്റ് ഓഫ് ബേസിക് പാർട്സ് ഓഫ് ലൈക്ക് ബെഡ്, ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡ്രൈവ് മെക്കാനിസം ഒക്കെ നമുക്ക് വന്നു, മൾട്ടിപ്പിൾ സ്പീഡ്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം അന്ന് മാത്രം ഒത്തിരിക്കും, കാരണം അവിടെ കാരേജ്, ഫീഡ് റോഡ്, ലീഡ് സ്ക്രൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, അതാണ് എഞ്ചിൻ ലേത്ത്. അപ്പോൾ എഞ്ചിൻ ലേത്ത് എന്നുള്ള പേര് എന്തുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. മറ്റ് സ്പീഡ് ലേത്ത് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ സ്പീഡ് മാത്രമാണ് അല്ലേ. ഓക്കെ, ഓർത്തിരിക്കുക. കോൺപുള്ളി അറേഞ്ച്മെൻ്റ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. 1200 to 3600 RPM. വുഡ് വർക്കിംഗ്, സ്പിന്നിങ്, പോളിഷിംഗ്, സെൻറ്ററിങ് ഓപ്പറേഷൻസ്, ഇതാണ് സ്പീഡ് ലേത്തിൻ്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത്. ഇനി ഡ്രൈവ് ഞാൻ പറഞ്ഞു, ബെൽ ഡ്രൈവ് എന്ന് പറഞ്ഞു. പിന്നെ ഇൻഡിവിജ്വൽ മോട്ടോർ ഡ്രൈവ് ഉണ്ട്, ഇൻഡിവിജ്വൽ മോട്ടറിൽ നിന്ന് നേരിട്ട് പവർ കിട്ടുന്നത്. ഗിയേർഡ് ഹെഡ് ലേത്ത് ഉണ്ട്. അപ്പോൾ അത് ഒക്കെ, അതായത് ഷിഫ്റ്റിംഗ്, ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് സ്പീഡ് അച്ചീവ് ചെയ്യുന്ന ഒരു രീതി. ബെഞ്ച് ലേത്ത് ഞാൻ പറഞ്ഞതാണ്, അത് ജസ്റ്റ് എഞ്ചിൻ ലേത്തിൻ്റെ സെയിം ഫ്യൂച്ചർ വെച്ചിട്ട് ഒരു ബെഞ്ചിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻസിനൊക്കെ പറ്റുള്ളൂ. ടൂൾ റൂം ലേത്ത് എന്ന് പറയുന്നത് എഞ്ചിൻ ലേത്ത് പോലെ തന്നെയാണ്. ഒരു 2000 RPM ഒക്കെയാണ് അവിടുത്തെ ഒരു സ്പീഡ് റേഞ്ച് എന്ന് പറയുന്നത്. ടാപ്പർ ടേണിംഗ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ഡ്രോ ആൻഡ് കോളറ്റ് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും. അത് മൗണ്ട് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ചേസിങ് ഡയൽ, റിലീവിങ് അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇത് കുറച്ചുകൂടെ പ്രിസിഷൻ വർക്ക്, ഡൈ ഗേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നില്ല. അതിനെയാണ് ടൂൾ റൂം ലേത്ത് വരുന്നത്. ഒരു ബേസിക് ഔട്ട്ലൈൻ മാത്രം ഉണ്ടാക്കുക, പ്രിസിഷൻ വർക്ക് ഓൺ ടൂൾസ്, ഡൈസ്, ഗേജസ്. ഇതാണ് ടൂൾ റൂം ലേത്തിൻ്റെ ബേസിക് ഔട്ട്ലൈൻ. ഇനി ക്യാപ്സ്റ്റൺ ലേത്ത് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ ഈ ക്യാപ്സ്റ്റൺ ലിങ്ക് ടർട്ടിൽ ലേത്തിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ്. അവിടെ നമുക്ക് ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യും, എന്നിട്ടൊരു ഹെക്സഗണൽ ടെററ്റ് നമ്മളവിടെ മൗണ്ട് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിക്കൽ പാർട്സൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ടെററ്റ് ഹെഡാണ്. അത് കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ടൂൾസ് കൂടുതലായിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. ഇനി സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ വരുന്നതാണ്. ഒന്ന് വീൽ ലേത്ത്. വീൽ ലേത്തിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഓർത്തിരിക്കുക, അതായത് ടേണിംഗ് ദ ത്രെഡ് ഓൺ ലോക്കോമോട്ടീവ് വീൽസ്. ഇതാണ് ക്വസ്റ്റ്യൻ കയറി വരും കേട്ടോ, ഇതൊക്കെ ക്വസ്റ്റ്യൻ കയറി വരും. ടേണിംഗ് ദ ത്രെഡ് ഓൺ ലോക്കോമോട്ടീവ് വീൽ. ഇനി ഗ്യാബഡ് ലേത്ത് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡയമീറ്റർ, കുറച്ചും കൂടെ ഒരു വലിയ ഡയമീറ്ററൊക്കെ അക്കോമഡേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഗ്യാബഡ് ലേത്ത് യൂസ് ചെയ്യാം. ഇനി ഈ ടീ ലേത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ടീ ലേത്ത് എന്ന് പറയുന്നത് ഈ നമ്മുടെ ജെറ്റ് മെഷീൻസിൻ്റെ റോട്ടറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ടീ ലേത്ത്. ടീ ലേത്ത്. ഡ്യൂപ്ലിക്കേറ്റ് ലേത്ത് എന്ന് പറയുന്നത് നമ്മളൊരു സാധനത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്, അതുപോലെ തന്നെ അതേപോലത്തെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി, ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ലേത്ത് യൂസ് ചെയ്യുന്നു. സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ വേറെ വരുന്നുണ്ട്. ഓക്കെ, അതായത് ഹൈ സ്പീഡ്, ഹെവി ഡ്യൂട്ടി, മാസ് പ്രൊഡക്ഷൻ ലേത്തുകളിലൊക്കെ വരുന്നതാണ് സ്പെഷ്യൽ പർപ്പസ് ലേത്തിൽ വരുന്നത്. കുറച്ചുകൂടെ ഓട്ടോമാറ്റിക് കൺട്രോളൊക്കെ ആയിരിക്കും വരിക. അതൊരു വൺസ് ഇതൊരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് ഓൾ ഓപ്പറേഷൻ ഓട്ടോമാറ്റിക്കലി എന്ന് പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് ലേത്തുകൾ. അത് കൂടുതൽ മാസ് പ്രൊഡക്ഷൻ കമ്പനീസിലായിരിക്കും നമ്മൾ സ്പെഷ്യൽ പർപ്പസ് ലേത്ത് വരിക. ജിഗ് ഫിക്സറൊക്കെ നമുക്ക് പിന്നെ അതിലേക്ക്, കാരണം നമുക്കറിയാം നമ്മളിപ്പം ഒരു മെഷീൻ ഷോപ്പിനെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന വെൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിട്ടുന്ന സപ്ലയർ എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിമിലർ ആയിട്ടുള്ള വർക്ക് പീസ് ഇങ്ങനെ കുറേ കാലം ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിന് വേണ്ടിയുള്ള ജിഗ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യും, ഫിക്സർ അറേഞ്ച് ചെയ്യും. ആ രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. CNC മെഷീൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈ പ്രൊഡക്ഷൻ റേറ്റ് ഉണ്ട്, കോംപ്ലക്സ് ഷേപ്പ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ആക്യുറസി വളരെ കൂടുതലാണ്, ഓപ്പറേഷൻ സ്കില്ലിൻ്റെ ആവശ്യം അധികം വരുന്നില്ല, കാരണം ഇത് ഓണാക്കാനും ഓഫാക്കാനും അറിഞ്ഞാൽ മതി. കൺവെൻഷണൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്യുറസിയാണ്, നമ്മുടെ കഴിവാണ്. ഇവിടെ എന്ന് പറയുന്നത് മെഷീൻ്റെ കഴിവാണ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ഉള്ള നോളജ് നമുക്കിവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, ഇനി സെൻറ്റർ ലേത്തിൻ്റെ സ്പെസിഫിക്കേഷനാണ് നെക്സ്റ്റ് വരുന്നത്. രണ്ട് രീതിയിലാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഒന്നൊരു കോമൺ സ്പെസിഫിക്കേഷൻ പറയും, പിന്നെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷനും പറയും. സെൻട്രൽ ലേത്ത് സ്പെസിഫിക്കേഷൻ പ്രധാനമായിട്ടും 4 എണ്ണമാണ് ഫണ്ടമെൻ്റലി പറയുകയാണെങ്കിൽ. ഒന്ന് സിങ്, അതായത് ഈ ബെഡ് വൈസിനിടയിൽ ഇതിൻ്റെ ഡയമീറ്റർ എത്ര, സിങ് ഡയമീറ്റർ ഓവർ ദി ബെഡ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ ഈ ബെഡ് വൈസിനിടയിലുള്ള ഡയമീറ്റർ എത്രയാണ്, മാക്സിമം ഡയമീറ്റർ ദാറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ് ഓവർ ദ ബെഡ് വൈസ്. സിങ് മേജറായിട്ടുള്ള 4 ആദ്യം പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മാക്സിമം ലെങ്ത് ഓഫ് ദി ജോബ്, എത്രത്തോളം ലെങ്ത് ഉള്ള ജോബ് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. നെക്സ്റ്റ് ബെഡിൻ്റെ ലെങ്ത്ത്. ഈ ബെഡിൻ്റെ ലെങ്ത്ത് പറയുമ്പോൾ അതിൽ ഹെഡ് സ്റ്റോക്കിൻ്റെ ലെങ്ത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്ന് പഠിച്ചു വെക്കുക.
ബെഡ് ലെങ്ത്തിൽ എന്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, ഹെഡ് സ്റ്റോക്ക് ലെങ്ത്തും കൂടെ ഇൻക്ലൂഡഡ് ആണ്, അത് ഓർത്തിരിക്കുക. ഇനി മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ, ആദ്യം നമ്മൾ ലെങ്ത് ഓഫ് ദ ജോബ് അല്ലേ പറഞ്ഞത്, അതുപോലെ തന്നെ എത്രത്തോളം ഡയമീറ്റർ നമുക്കിവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് ക്യാൻ പാസ് ത്രൂ എ സ്പിൻഡിൽ ഓർ കോളറ്റ് ചെക്ക് ഓഫ് എ ക്യാപ്സ്റ്റൺ ലീത്ത്. അത് മാക്സിമം ഡയമീറ്റർ ഓഫ് ബാർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതാണ് മേജറായിട്ട് വരുന്നത്. ഇനി അഡീഷണൽ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ലെയ്ത്തിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള അഡീഷണൽ എലമെൻ്റ് ആയിട്ട് വരുന്നതാണ് മാക്സിമം സ്വിങ് ഓവർ ദി ബെഡ്. അതായത് മാക്സിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി റൊട്ടേറ്റ് ഓവർ ദ ബെഡ് എന്ന് പറയും. അതായത് ഒരു ഫിഗറിൻ്റെ സഹായത്തോടുകൂടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇവിടെ ഒരു ഈ ലെയ്ത്തിൻ്റെ ഇവിടെ ഒരു ഡയമീറ്റർ ഉണ്ട്. സിംഗ് ഡയമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ മാക്സിമം ഡയമീറ്റർ തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് ബെഡിന് മുകളിൽ എത്ര ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. മാക്സിമം സിംഗ് ഓവർ ക്യാരേജിൻ്റെ മുകളിൽ എത്രത്തോളം ഇതുണ്ടെന്നുള്ളത്. മാക്സിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് പീസ് ദാറ്റ് ക്യാൻ ബി റൊട്ടേറ്റ് ഓവർ ദ ക്യാരേജ്. ഹൈറ്റ് ഓഫ് സെൻറ്റേഴ്സ് ഓവർ ദി ബെഡ്, ബെഡിൻ്റെ മുകളിൽ എത്ര സെൻറ്ററിലാണ് നിൽക്കുന്നത്. മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്. ലെങ്ത് ഓഫ് ദി ബെഡ്, ബെഡിൻ്റെ ഓവറോൾ ലെങ്ത് എത്രയാണ്. വിഡ്ത്ത് ഓഫ് ദി ബെഡ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ അഡീഷണൽ എലമെൻറ്റ്സ് ആണ് കേട്ടോ. മോസ്റ്റ് ടേപ്പർ ഓഫ് സെൻറ്റർ, ഡയമീറ്റർ ഓഫ് ഹോൾ ത്രൂ സ്പിൻഡിൽ, ഫേസ് പ്ലേറ്റിൻ്റെ ഡയമീറ്റർ, ടൂൾ പോസ്റ്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, എത്ര സ്പിൻഡിൽ സ്പീഡ് ഉണ്ട്, ലീഡ് സ്ക്രൂവിൻ്റെ ഡയമീറ്റർ എത്രയാണ്, അതുപോലെ നമ്പർ ഓഫ് ത്രെഡ് പ്രിഞ്ച് TPI എത്രയാണ്, ഇലക്ട്രിക് മോട്ടോറിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, പിച്ച് റേഞ്ചുകൾ എത്രയാണ്. അതായത് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളൊരു ലെയ്ത്ത് നമ്മൾ വാങ്ങാൻ പോവുകയാണ് എന്ന് സപ്പോസ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. മേജറായിട്ടുള്ള കാര്യങ്ങൾ ഈ 4 എണ്ണമാണ്. ഇത് കഴിഞ്ഞാൽ എന്തൊക്കെ വേണം, അത് 4 എണ്ണം മാത്രം വെച്ച് നമുക്ക് ലെയ്ത്ത് വാങ്ങിക്കൊണ്ട് വരാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ അതാണ് അഡീഷണൽ എലമെൻറ്റ്സ് ആണ് ഈ 10 പോയിന്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. മോസ്റ്റ് ടേപ്പർ എത്ര ഡിഗ്രി നോർമലി കൊടുക്കുക, 3 ഡിഗ്രിയാണ് കൊടുക്കുക അല്ലേ. ഇപ്പോൾ ഫേസ് പ്ലേറ്റിൻ്റെ ഡയമീറ്റർ എത്രയുണ്ട്, അതായത് ഫേസ് പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്സസറിയാണ്. അതിൻ്റെ ഡയമീറ്റർ എത്ര വരെ പറ്റാം. ടൂൾ പോസ്റ്റിൻ്റെ കപ്പാസിറ്റി എത്രയാണ്, സ്പിൻഡിൽ എത്രത്തോളം ടൈപ്പ് സ്പീഡ് ഉണ്ട്. കാരണം നമ്മൾ തന്നെ നമ്മുടെ കോളേജിലോ അല്ലെങ്കിൽ നമുക്കറിയുന്ന വർക്ക്ഷോപ്പിലോ പോയി നോക്കുക, പല ടൈപ്പ് ഓഫ് ലെയ്ത്ത് ഉണ്ടാവും. ഈ ലെയ്ത്തിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷനിൽ വ്യത്യാസം ഉണ്ടാവും, ടൂൾ പോസ്റ്റിൻ്റെ കപ്പാസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും, സ്പിൻഡിൽ സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും. ത്രെഡ് നമുക്ക് ഈ ത്രെഡ് കട്ടിങ് ചെയ്യുന്ന സമയത്ത് പല മെഷീൻസിൽ പല കണക്കാണുള്ളത് അല്ലേ. ഇലക്ട്രിക് മോട്ടറിൻ്റെ കപ്പാസിറ്റി വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസമുണ്ട്. ഇത് അഡീഷണൽ എലമെൻറ്റ്സ് ടു സ്പെസിഫൈ ലെയ്ത്താണെന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മേജറായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു, ഒന്ന് ടേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പഠിച്ചു, ജനറൽ സേഫ്റ്റി ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കി, വേരിയസ് ലൂബ്രിക്കേഷൻ പോയിൻറ്റ്സും അതിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. അതിൻ്റെ ടൈം ഇൻ്റർവെല്ലും ഗ്രേഡും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മെഷീനും മെഷീൻ ടൂളും തമ്മിൽ വ്യത്യാസം, മെഷീൻ ടൂളിൻ്റെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ്, ലെയ്ത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, ലെയ്ത്തിൻ്റെ സ്പെസിഫിക്കേഷൻ, അഡീഷണൽ എലമെൻറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബേസിക് തിയറിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത ക്ലാസ്സിലേക്ക് വരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇതൊരു ഇൻട്രൊഡക്ഷനാണ്, ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഞാൻ ഫിറ്ററിൻ്റെ എക്സാമിനേഷൻസ് മിക്കവാറും ഈ പറഞ്ഞ ഒക്ടോബറിലേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഉണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് മെല്ലെ വെൽഡറും ടേണറും ഒക്കെ പാരലി നമുക്കതിന് മുമ്പോട്ട് പോയേ പറ്റൂ. ഓക്കെ ഓക്കെ കുറേ പേര് ഫിറ്ററിലുള്ളതായതുകൊണ്ട് ഞാൻ ഒരു ഫിറ്ററിൻ്റെ റിവിഷന് വേണ്ട പോർഷൻ ഇട്ടിട്ടുണ്ട്, അതും നോക്കുക കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. ഒരു സൺഡേ ഓർ മൺഡേ നമുക്ക് ക്ലാസ് വെക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ മെല്ലെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ മെല്ലെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് തന്നെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് കുറച്ച് ട്രബിൾ മീൻസ് നെറ്റ്വർക്കിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ എഴുതി കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിഹരിക്കാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ, എനി ഡൗട്ട്സ്? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യായിരുന്നു. അഖിൽ KV, ബ്രിട്ടോ, അക്ഷയ്, ഋതുരാജ്, അഖിൽ സുരേഷ്, ഹെയ്ൻസ്, മിഥുൻ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ.
ഞാൻ എല്ലാം മൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ.